ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മൾ വിത്ത് ലവൻ്റെ ബാലൻസ് പാർട്ട് നോക്കണം. അപ്പോൾ നേരെ എപ്പിസോഡിലോട്ട് പോയാലോ. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ കെവിൻ വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഐറിൻ വരുന്നുണ്ട്. അവർ വന്ന് ഹലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ പോകുന്നു കവിൻ. അപ്പോൾ നമ്മുടെ ഐറിൻ ചോദിക്കുന്നത് എന്താ കെവിൻ, എന്ത് പറ്റി, ഭയങ്കര ഹാപ്പിയാണല്ലോ, എന്ത് പറ്റി, എന്തിനാ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നത്, ആരെങ്കിലും നിന്നോട് സംസാരിച്ചിട്ട് പോയോ എന്ന് ചോദിക്കും. ഇല്ല അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട് എനിക്കൊരു ഫണ്ണി മെസ്സേജ് അയച്ചിരുന്നു, ഞാനത് കണ്ടിട്ട് ചിരിക്കുകയാണ്. ഓ ശരി, ഓക്കെ, അതെ, എനിക്ക് നിൻ്റെ കൂടെ ഈ വീക്കിൽ മൂവിക്ക് വരാൻ പറ്റില്ല, ഐ എം സോറി എന്ന് കവിൻ പറയുന്നതായിരുന്നു. അപ്പോൾ അതെന്താടാ, ഒന്നുമില്ല, എൻ്റെ പപ്പ എന്നെ വിളിച്ചിട്ടുണ്ട് ഒരു വർക്കിന് വേണ്ടിയിട്ട്, അങ്ങോട്ട് ഞാൻ പോട്ടെ. ശരി, ഓക്കെ, സാറില്ല, ഇപ്രാവശ്യം ഇല്ലെങ്കിൽ എന്താ, നമുക്ക് അടുത്ത പ്രാവശ്യം പോകാമല്ലോ, നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, ഇതിന് നമുക്ക് നിറയെ സമയമുണ്ടല്ലോ, പിന്നെ എന്തിനൊക്കെ വിഷമം. ഓക്കെ, ശരി, ഞാൻ നിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി വിടട്ടെ. ഇല്ല വേണ്ട, ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് കഴിഞ്ഞപ്പോൾ കൊണ്ട്, എന്നാൽ ശരി ഞാൻ പോട്ടെ, നിനക്ക് സങ്കടമൊന്നുമില്ലല്ലോ. ഇല്ല കുഴപ്പമൊന്നുമില്ല, നീ പോകുമെന്ന് പറയുന്നത്. പക്ഷേ ഐറിൻ വന്നിട്ട് കവിൻ പോയതിന് ശേഷം ഒരുമാതിരി ഒരു ലുക്കാണ് വിടുന്നത്, എന്തോ ഒരു സംതിങ് ബാഡ് എന്ന് പറയുന്ന ഒരു ഫീലിലാണ് നോക്കുന്നത്. പക്ഷേ അങ്ങനെ അടുത്ത സീനിൽ കാണിച്ചാൽ നമ്മുടെ റൂമിലാണ്. റൂമിൽ എല്ലാവരും ഉണ്ട്. ആരും നമ്മുടെ ക്ലാൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, റൂമിൽ സ്റ്റേ ചെയ്യുന്നവരുണ്ട്, പെർഫാൻ്റെ ഫ്രണ്ട്സ്, തുന്നെ, നദി, പ്രിൻ്റ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ അവൾക്ക് പുസി വന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ പ്രിന്നെ തിരിച്ച് വന്നതിൻ്റെ പാർട്ടിയാണ് ഇവിടെ, അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യും, പ്രിന്ന് വെൽക്കം ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിന്ന് എല്ലാവരോടും താങ്ക് യു എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ നദിയും വെൽക്കം എന്ന് പറയുമ്പോൾ നദിനോട് താങ്ക് യു ഡാർലിംഗ് എന്ന് പറയും. അപ്പോൾ നദി പറയും, ഇനി ഈ എന്നെ ടീസ് ചെയ്തൊന്നും പോകുന്നുണ്ടോ, എപ്പോൾ നോക്കിയാലും എന്നെ ടീസ് ചെയ്തും കൊണ്ട് നിനക്ക് വേറെ പണിയില്ല. അപ്പോൾ അവൻ പറയും, ഞാൻ നിങ്ങൾ ടീസൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ എന്ന് ചോദിക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞ് വന്നിട്ട് പെർഫാനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, മേ ബി നീ സന്തോഷമായിട്ടിരിക്കുന്നല്ലോ, എനിക്കത് മതി, നമ്മൾ ഫ്രണ്ടായിട്ടിരിക്കുന്നേക്കും ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിന് ഭയങ്കര നല്ലത് അങ്ങനെ പറയും. മനസ്സിലായി പറഞ്ഞുകൊണ്ടിരിക്കുക. പെർഫോം ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിരിച്ചുകൊണ്ടിരിക്കില്ല. കാണുമ്പോൾ നമ്മുടെ കുഞ്ഞ് മനസ്സിൽ വിചാരിക്കുന്നതാണ്. അങ്ങനെ പെർഫാൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് അവളോട് ചോദിക്കുന്നത്, നിനക്കും മാവിനിക്കും എങ്ങനെ പറഞ്ഞു, അവൻ എന്നെ കൺസിഡർ ചെയ്യുന്നില്ല, എന്തോ ഒന്ന് അവൻ എൻ്റെ കൂടെയുള്ള പോലെ. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കി അവനെ കാണുന്നില്ല, ഒരുമാതിരി ഉണ്ടടാ. പക്ഷേ എനിക്ക് വല്ല തോന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ അവൻ എന്തോ ഒരു ശരിയില്ലാത്ത പോലെ തോന്നുന്നുണ്ടോ. ശരി, ഓക്കെ. അപ്പോൾ കുഞ്ഞ് അടുത്ത് തന്നെ നിൽക്കണം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എടാ നീ നനപ്പാങ്ങും തമ്മിൽ എന്താണെന്ന് ചോദിക്കും. അവൾ എന്നോട് റീകൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ എനിക്ക് മടിയായിട്ടുണ്ട് സംസാരിക്കാൻ, ഞാൻ സംസാരിക്കുന്നില്ല, എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് പഴയതുപോലെ ഫ്രണ്ട് ആവാനാണ് ആഗ്രഹം, അല്ലാതെ ഗേൾ ഫ്രണ്ട് ആക്കാൻ എനിക്ക് അപ്പം നീ ഇപ്പോൾ കറണ്ടായിട്ട് നീ ഇപ്പോൾ സിംഗിളാണല്ലേ എന്ന് ചോദിക്കാം. എന്താ പറയുക. അപ്പോൾ എല്ലാവരും നമ്മുടെ പെർഫാനെയാണ് തട്ടണേ. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ചാൻസ് എന്ന് പറയുന്ന പോലെ. അങ്ങനെ അടുത്ത സീനെ നോക്കുമ്പോൾ നമ്മുടെ കവിൻ വന്നിട്ട് തുന്നിനെ തിരഞ്ഞു വരുന്നുണ്ട്. തുന്നി അവിടെ പാർട്ടിയിലല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ കവിൻ വന്നിട്ട് തുന്നിനെ തിരഞ്ഞു വരുമ്പോൾ തുന്നിനോട് സംസാരിക്കുമ്പോൾ തുന്നി പറഞ്ഞു, ഇവിടെ ആയിരുന്നു കാണും. ഞാൻ നിന്നെ ഭയങ്കര മിസ് ചെയ്ത്, ഞാൻ നിന്നെ കാണാൻ വരുമ്പോൾ നീ എന്തിനാണ് അവളെക്കുറിച്ച് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്ക് കുറച്ച് സമയം താട്ട്, അത് വേറെ അവൾ വന്ന് മാത്രമല്ല ആരും ഒന്നും അറിയില്ല, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതാരും അപ്പോൾ പറയും, നീ പറയുന്നത് ശരിയല്ല, ഇതെന്താ ഞാൻ എടുക്കേണ്ടത്, എനിക്ക് കുറച്ച് സമയം തട്ടി, ഇതാരുമില്ല, അവൾ മാത്രമല്ല ആരും അറിയില്ല. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിന് ആരും ഒന്നും അറിയില്ല. അപ്പോൾ നേരെ കിമ്മ് വന്ന് പിന്നാലെ ഒളിഞ്ഞ് നിൽക്കുമ്പോൾ അവളുടെ ഫോൺ റിങ് ആകും. ഇപ്പം എന്ത് ചെയ്യും അങ്ങനെ. അപ്പോൾ നമ്മുടെ കിമ്മ് ഒന്നുമില്ല, ഞാൻ പക്കത്തെ നെയ്ബറിലെ ലില്ലി ആൻറ്റിക്ക് പോയിട്ട് സ്നാക്സ് കൊടുക്കാൻ പോകണമല്ല, ഞാൻ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല, ഐറിൻ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഐറിൻ കേട്ടു. അങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടത് ചോദിക്കും. എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല അങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ കിമ്മ വേഗം പോയി പുസിനോട് കിച്ചണിൽ പുസി പ്ലേറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നേരെ അവിടെ പോയിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾക്ക് കാര്യം അറിയോ, എൻ്റെ കയ്യിലൊരു ഗോസിപ്പുണ്ട്. എന്താണ്, ആ ഐറിൻ്റെ ബോയ് ഫ്രണ്ടില്ലേ കെവിനും തെന്നും തമ്മിൽ എന്തോ ഒന്നുണ്ട്. അപ്പോൾ ഈ കെവിൻ വന്നിട്ട് രണ്ടുപേരും ഒരേ ടൈമിൽ ഡേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയും. അങ്ങനെയൊന്നുമില്ല, അത് ആ ഡേറ്റിംഗ് ഒന്നും അല്ലടാ, ചെറിയ ജസ്റ്റ് ഒരു ഫണ്ണ് മാത്രമാണ്. ഒരു വേണം യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പിൽ, അല്ലാതെ ഇതൊന്നുമല്ല. അങ്ങനെ ആരെങ്കിലും 3 പേരും ഒരേപോലെ ഉണ്ടാവും, ലവ് ട്രയാങ്കിളാണത്. അങ്ങനെ ഇത് ഗോസിപ്പായിട്ട് എടുക്കേണ്ടതെന്ന് പറയും. അപ്പോൾ അവിടേക്ക് മെയ്ഡ് വരുമ്പോൾ കിമ്മ പറയും, എൻ്റെ കയ്യിലൊരു ഗോസിപ്പുണ്ട്, ഞാൻ നിന്നോട് പറയട്ടെ. ശരി, ഓക്കെ എന്ന് പറയും. ഇവർ ലവ് ട്രയാങ്കിളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയും. അപ്പോൾ അതേ സമയത്താണ് നമ്മുടെ തുന്നി വന്നിട്ട് ഒളിഞ്ഞ് കേൾക്കുമ്പോൾ ഇവരെന്താ പറയുന്നത് നോക്കുമ്പോൾ ഇവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മെയ്ഡ് പറയും, ഞാനാണെങ്കിൽ എപ്പോഴോ ബ്രേക്കപ്പും പറഞ്ഞ് തള്ളിക്കളഞ്ഞ് പോയി, എനിക്കൊന്നും വയ്യ എല്ലാവരുടെയും ബേക്കപ്പ് ആവാനെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ തുന്നി ഭയങ്കര അപ്സെറ്റ് ആവും. അങ്ങനെ അടുത്ത സീനിൽ നേരെ കാണിക്കുന്ന ഒരു സൈക്കിൾ റൂമിൻ്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് നദി വരും. നദിയില്ല ലെറ്റർ ഫോർ മൈ സ്പെഷ്യൽ വൺ നദി അങ്ങനെ പറഞ്ഞിട്ട് അവനത് വാശി തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ബാക്കിൽ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയും, നിനക്ക് സൈക്കിൾ ഇഷ്ടമായോ ചോദിക്കും. എനിക്ക് ഇഷ്ടമായി, നീയാണ് എനിക്ക് വേണ്ടി വാങ്ങിച്ചത്. അതെ ശരി, നിനക്കിഷ്ടമായി? ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഈ സൈക്കിൾ വാങ്ങിച്ചു തന്നതിന് വേണം നീ എനിക്ക് മസാജ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. ചെയ്ത് തരാമല്ലോ എന്ന് പറഞ്ഞാൽ അവൻ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ പ്രിന്റ് പറയും, നിനക്ക് ഫ്യൂച്ചറിൽ എൻ്റെ കൈ മസാജ് ചെയ്യാനുള്ള പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് ഞാൻ തരാമല്ലോ, സമയം തരാമല്ലോ. നീ തമാശ അടിക്കില്ല പോടാ. ശരി, ഓക്കെ, നിനക്ക് സൈക്കിൾ ഇഷ്ടപ്പെട്ടോ? സൈക്കിൾ ഇഷ്ടപ്പെട്ടോ അങ്ങനെ പറയും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ നദി ചോദിക്കും, നീ എൻ്റെ കൂടെ കോളേജിലോട്ട് വരുന്നു, ഞാൻ നിന്നെ കൊണ്ടിട്ട് പോകണമെന്ന് ചോദിക്കും. എന്തേ, ഇല്ല നീ വരുന്നില്ലേ, എന്താ ചോദിച്ചാൽ
കൂട്ടിയിട്ട് പോട്ടെ എന്നാണ് ചോദിക്കുന്നത്. നീ വരുന്നുണ്ടോ ചോദിക്കും. ശരി ഓക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ആ സൈക്കിളിൽ കയറി അങ്ങനെ പോവാണ്. അപ്പോൾ കോളേജിൽ എത്തുമ്പോൾ നമ്മൾ പ്രിൻറ്റ് ഓട്ടാൻ തുടങ്ങും. നേരത്തെ പിന്നാലെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം നേരത്തെ പറയും എനിക്ക് ഭയങ്കര എംബാരസിങ് ആയിട്ടുണ്ട്, നീ ഇവിടെ നിർത്തി ഞാൻ പോയിക്കൊണ്ട്. നീ എംബാരസിങ് ആയിട്ട് കണ്ടു പിടിക്കോ, അതിപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ളതെന്ന് ചോദിക്കും. അയ്യോ അങ്ങനെ പറയാം. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് പെട്ടെന്ന് വിളിച്ച് ഞങ്ങൾ ഇവിടെയല്ല, നിങ്ങളെന്താ പോയിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കാം. അപ്പം പിന്നെ ഇറങ്ങിയിട്ട് പറയാം. അപ്പം നമ്മുടെ പ്രിൻറ്റ് പറയും ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരാം, സൈക്കിൾ എൻ്റെ കയ്യിലുണ്ടായിക്കോട്ടെ. വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ പിക്ക് ചെയ്യാൻ വരാമെന്ന്, പിന്നെന്താ ശരി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ നദിയും പോകുന്നുണ്ട്, പ്രിൻറ്റും പോകുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഫർഫാനാണ്. ഫർഫാൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ മാവിനെ കുറിച്ചുള്ള ഗോസിപ്പാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാവിനും നംപാങ് തമ്മിൽ എന്തോ ഒന്നുണ്ട്, അതുപോലെ ഇവർ രണ്ടും ശരിയല്ല അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഫർഫാൻ പറയും അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. ഇല്ല ഉണ്ടാവും, നമ്മൾ എവിഡൻസ് ഇല്ലാതെ കുഞ്ഞിനോട് പോയി സംസാരിക്കാൻ പറ്റില്ല, മാവിനോട് ആരോടും സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെ എവിഡൻസ്. അപ്പം പെട്ടെന്ന് ഒരു പെണ്ണടിച്ച് ഇതാരാന്നറിയാം, ഇത് ലഡയാണ്, ലഡക്കറിയാം എവിഡൻസ് എടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ പേടിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയും. ശരി ഓക്കെ. അങ്ങനെ അടുത്ത സീനിൽ നേരെ കാണിക്കുന്ന ഒരു പാർട്ടി ക്ലബ്ബാണ്. ക്ലബ്ബിൽ നോക്കുമ്പോൾ നമ്മുടെ മാവിനും നൻപാങ്കും ഉണ്ട്. അതേപോലെ അവിടെ വേറെ കുറച്ച് ബാഡ് ബോയ്സൊക്കെ ഉണ്ട് ഈ ഗേൾസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ലഡ കയറി വരുന്നത്. ലഡ കയറി വരുമ്പം അവിടെ ചെക്കൻ ലഡനെ കണ്ടിട്ട് അവളെ ഇടിച്ചിട്ട് അവളെ ഡ്രഗ്സിൽ ഇന്ന് എനിക്കില്ല നൈറ്റ് കമ്പനി നീയാണെന്ന് പറഞ്ഞിട്ട് ലഡൻ്റെ ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് മിക്സ് ചെയ്യണം അവന്. അപ്പോൾ തന്നെ നമ്മുടെ ലഡ പറയും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയിട്ട് അവളവിടെ ഇനിയൊരു ഫ്രണ്ടിന് ഫോൺ ചെയ്ത് നോക്ക് ഞാൻ നിനക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട്, നീ നോക്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഷുവറാണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ രണ്ടുപേരും ചീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയും. ശരി ഓക്കെ, നീ എവിടെയുള്ളത്? ഞാൻ ഇവിടെയുള്ള, നീ ആരെ കൂടെ? ഞാൻ ജോബിനെ കൂടെ. ശരി നീ കെയർഫുള്ളായിട്ടിരിക്കാൻ, എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിച്ച് കുറച്ച് സങ്കടം കൊണ്ട് കുറച്ച് പേടിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ല? ശരി ഓക്കെ ഞാൻ പെട്ടെന്ന് വരും, ഡോണ്ട് വറി അങ്ങനെ. അപ്പോൾ അവൾ പെട്ടെന്ന് ജോബ് എവിടെയുണ്ടെന്ന് നോക്കും. ജോബ് നോക്കുമ്പോൾ ജോബ് ചേസിൻ്റെ കൂടെ ഉള്ളത്. നീ എൻ്റെ കൂടെ നുണ പറഞ്ഞോ അങ്ങനെ പറയും. അതോടെയാണ് അപ്പോൾ നമ്മുടെ ലഡ തിരിച്ച് ഇവിടെ തന്നെ പോകുന്നുണ്ട്, ക്ലബ്ബിലോട്ട് തന്നെ പോകുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കണ്ടാലേ അറിയുള്ളൂ. ശരി ഓക്കെ ഗൈസ്, ബൈ ബൈ, താങ്ക് യു.